വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAയുടെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും അറസ്റ്റ് തടഞ്ഞ് കോടതി. 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്ന് പോലീസിന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതി വീണ്ടും പരിഗണിക്കും. NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതി ചേർത്തതോടെ അറസ്റ്റ് ഭയന്ന് രഹസ്യ കേന്ദ്രത്തിൽ തുടരുന്നതിനിടെയാണ് കോടതിയിൽ നിന്നുള്ള താൽക്കാലിക ആശ്വാസം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട പ്രതികൾ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിക്കുന്നതിനിടെയാണ് അറസ്റ്റ് തടഞ്ഞ് കോടതി പോലീസിന് വാക്കാൽ നിർദ്ദേശം നൽകിയത്. MLA IC ബാലകൃഷ്ണന് പുറമെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കോൺഗ്രസ് പുറത്താക്കിയ KK ഗോപിനാഥൻ, മരിച്ചുപോയ PV ബാലചന്ദ്രൻ എന്നിവരാണ് പ്രതികൾ. KK ഗോപിനാഥൻ ഹൈക്കോടതിയെയാണ് മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചിരിക്കുന്നത്. NM വിജയന്റെ കത്തിന്റെ വെളിച്ചത്തിലാണ് പോലീസ് കേസെടുത്തതെങ്കിലും കത്ത് NM വിജയന്റേതാണെന്ന് ഉറപ്പിക്കാൻ പോലീസിനായിട്ടില്ല. കയ്യക്ഷര പരിശോധനയടക്കം ശാസ്ത്രീയ പരിശോധനയിൽ ഇത് തെളിയിക്കപ്പെടും മുൻപ് നേതാക്കളെ പ്രതി ചേർത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസ് നിലപാട്. MLA അടക്കമുള്ളവരുടെ അറസ്റ്റ് മുൻകൂട്ടി കണ്ട കോൺഗ്രസ് നേതൃത്വം അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ മാറി നിൽക്കാൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മീഡിയ 1 വയനാട്. കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും കാണാനില്ലെന്ന് പരാതി. തുഷാരയുടെ സഹോദരൻ നടക്കാവ് പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ടൂറിസ്റ്റ് ഹോമിൽ നിന്നും ചെക്കൌട്ട് ചെയ്ത് ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന CCTV ദൃശ്യങ്ങൾ മീഡിയ 1-ന് ലഭിച്ചു. മാമി തിരോധാന കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചും രജിത് കുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. 7-ന് ചോദ്യം ചെയ്തതിനു ശേഷം 8-ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ രജിത് കുമാർ തുഷാരയുടെ സഹോദരനെ വിളിച്ച് മക്കളെ സ്കൂളിൽ നിന്നും കൂട്ടാൻ പറഞ്ഞു. പിന്നീട് ഇരുവരെക്കുറിച്ചും ഒരു വിവരവുമില്ലെന്നാണ് തുഷാരയുടെ സഹോദരൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. 8-ാം തീയതി ഇതേമാതിരി വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നപ്പം ഞാൻ അവിടെ വീടിനടുത്തുള്ള അവിടെ അന്വേഷിച്ചു. ഇനി അവിടെ ഉണ്ടോ, ഇനി ഫോൺ മറ്റവരുടെ കയ്യിലാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ, ക്യാമറ ഓഫീസിലാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ താക്കോല് 7-ാം തീയതി കൊടുത്തു പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. ക്രൈംബ്രാഞ്ചും പോലീസും തുടർച്ചയായി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിൽ മാനസിക പ്രയാസമുണ്ടായിരുന്നെന്ന് രജിത്തിന്റെ സഹോദരൻ പറഞ്ഞു. വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം അന്വേഷണ ഭാഗമായിട്ട് അന്വേഷിച്ചോട്ടെ, കുടുംബത്തിനെയും മക്കളെയും ഫാമിലിയൊന്നും വല്ലാണ്ട് ബുദ്ധിമുട്ടി, നാട്ടിലൊക്കെ വല്ലാണ്ട് അസ്വസ്ഥയാക്കുന്നുണ്ട്. പൊളിച്ച് വിട്ട് വന്ന് ഗേറ്റിയാടി വന്ന് പിടിക്കുക, അതൊക്കെ ഒരു വിഷയമാണ്. മാനസികമായി തളർന്നൊരു അവസ്ഥയാണ്. 7-ന് വൈകിട്ടാണ് രജിത്തും ഭാര്യയും KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്തത്. ഇന്നലെ രാവിലെ ഇരുവരും റൂം ഒഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. രജിത്തും ഭാര്യയും കയറിയ ഓട്ടോറിക്ഷ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഓട്ടോറിക്ഷ കടന്നുപോയ വഴികളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എവിടെയാണ് ഇറങ്ങിയതെന്ന് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്. ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം നിഷേധിച്ചതിനെതിരെ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഹർജി കോടതി അല്പസമയത്തിനുള്ളിൽ തന്നെ പരിഗണിക്കും. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് വാദം കേൾക്കുക. കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസാണെന്ന് ബോബി ചെമ്മണ്ണൂർ ഹർജിയിൽ പറയുന്നു. പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി സംസാരിച്ചത്. തന്നെ തടഞ്ഞുവച്ചത് യൂണിഫോമിലല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണെന്നും ബോബി ആരോപിച്ചു. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ കോടതി ഇന്ന് പരിഗണിക്കും. എത്ര മണിക്കാണ് കോടതി കേസ് പരിഗണിക്കുക? ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി തന്നെ കേസ് പരിഗണിക്കാനാണ് സാധ്യതയാണ് ഉള്ളത്. അത് മുന്നോടിയായി തന്നെയാണ് ഇന്ന് അല്പസമയം മുമ്പ് തന്നെ കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കെട്ടിച്ചമച്ച ഒരു കഥയ്ക്കനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കേസാണ് ഇത് എന്നാണ് ഈ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ നടിയെ, ഹൈലി പെയ്ഡായിട്ടുള്ള നടിയെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ബോബി ചെമ്മണ്ണൂർ ക്ഷണിക്കുകയാണ്. അതിനുശേഷം അവിടെ എത്തുന്നു, സ്റ്റേജിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നു. ആ ചടങ്ങുകൾക്ക് ശേഷം ഈ നടി തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ, വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ, അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴോ അതിനുശേഷമോ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി വരുന്നത്. ആ സന്ദർഭങ്ങൾക്കൊട്ടും യോജിക്കാത്ത തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഉള്ളത് ഈ പരാതിയുള്ളത്. അതിന് വിപരീതമായ കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ കേസും അതോടൊപ്പം തന്നെ അറസ്റ്റും നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം തന്നെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് ഈ ചില തെറ്റായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നും പറയുന്നു. 24 മണിക്കൂറിലകം അധികം കസ്റ്റഡിയിൽ വെച്ചു. ഒരാളെ കസ്റ്റഡിയിൽ വെക്കുന്ന സമയമുണ്ട്, അതിൽ അധികം സമയം കസ്റ്റഡിയിൽ വെച്ചു എന്ന് പറയുന്നു. മാത്രമല്ല യൂണിഫോമിലല്ലാത്ത ചില ഉദ്യോഗസ്ഥരെത്തിയാണ്
കസ്റ്റഡിയിൽ പോകുന്നത്, പിടിച്ചുകൊണ്ട് പോകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും അതിവേഗം തന്നെ കോടതിയിലേക്ക് നീങ്ങുകയാണ്. സാധാരണ ജില്ലാ കോടതിയാണ് സമീപിക്കേണ്ടത്, പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. കേസിൻ്റെ ഇന്നലെ ഇതിൻ്റെ ദൃശ്യങ്ങൾ, തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വിചാരണ കോടതി പക്ഷേ ആദ്യഘട്ടത്തിൽ അതിന് തയ്യാറായിരുന്നില്ലെങ്കിലും പിന്നീട് അഡ്വക്കേറ്റ് രാംപിള്ളയുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇത് പരിഗണിക്കും. സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് നമുക്ക് ജാമ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇവരുടെ നിർണായക നീക്കമെന്ന് പറയേണ്ടി വരുന്നത്, കാരണം നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. ഇന്ന് ഈ കേസ് അടിയന്തരമായി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നോട്ടീസ് നൽകി സർക്കാരിൻ്റെ നിലപാടുകൾ കൂടി അറിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ചയോടുകൂടി അത്രയും വേഗത്തിലെങ്കിലും ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ടാണ് വേഗത്തിൽ തന്നെ ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ 120 ദിവസത്തേക്ക് നീട്ടി. റിവ്യൂ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകിയ ശേഷം രേഖകൾ പരിശോധിക്കാമെന്ന് കാട്ടി എൻ പ്രശാന്തിന്റെ കത്തിന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മറുപടി നൽകി. അതിനിടെ കൃഷിവകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ B. അശോക് IASന് കടുത്ത അതൃപ്തിയുണ്ടെന്ന വിവരവും പുറത്തുവരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെയും K. ഗോപാലകൃഷ്ണൻ IASനെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് എൻ പ്രശാന്ത് IASനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എൻ പ്രശാന്ത് IASന് കുറ്റാരോപിത മെമ്മോ നൽകിയിരുന്നു. ഇതിന് മറുപടി നൽകാതെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് എൻ പ്രശാന്ത് 2 കത്തുകൾ നൽകി. തനിക്കെതിരെ ആരാണ് പരാതി നൽകിയത്, തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്തത് ആരാണ് തുടങ്ങി 7 ചോദ്യങ്ങളായിരുന്നു പ്രശാന്ത് ഉന്നയിച്ചത്. ഇതിന് മറുപടി നൽകിയ ശേഷം കുറ്റാരോപിത മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്ന നിലപാടാണ് പ്രശാന്ത് സ്വീകരിച്ചത്. എന്നാൽ പ്രശാന്തിന്റെ ഈ നിലപാടാണ് സസ്പെൻഷൻ നീട്ടാൻ കാരണമായത്. കുറ്റാരോപിത മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയിട്ടില്ലെന്ന വാദമുയർത്തി റിവ്യൂ കമ്മിറ്റി 120 ദിവസത്തേക്ക് സസ്പെൻഷൻ നീട്ടി. റിവ്യൂ കമ്മിറ്റി തീരുമാനത്തിന് പിന്നാലെ ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിന് മറുപടി നൽകി. ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം രേഖകൾ പരിശോധിക്കാൻ പ്രശാന്തിന് അവസരമുണ്ടാകും. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ വന്ന് എന്ത് രേഖയും പരിശോധിക്കാമെന്നും കുറ്റാരോപിത മെമ്മോയ്ക്ക് 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നും ചീഫ് സെക്രട്ടറി കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി തദ്ദേശ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചതിൽ B. അശോകിന് കടുത്ത അതൃപ്തിയുണ്ട്. കൃഷിമന്ത്രി പോലും അറിയാതെയാണ് നിയമനമെന്നാണ് പുറത്തുവരുന്ന വിവരം. തന്റെ അതൃപ്തി സർക്കാരിനെ B. അശോക് ഔദ്യോഗികമായി അറിയിച്ചേക്കും. സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും K. ഗോപാലകൃഷ്ണനെതിരായ വകുപ്പ് തല പരിശോധനകൾ തുടരുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. സർവീസിൽ തിരിച്ചെടുത്തത് വകുപ്പ് തല അന്വേഷണത്തെ തടസ്സപ്പെടുത്തില്ലെന്നാണ് ചീഫ് സെക്രട്ടറി തല കമ്മിറ്റി വിലയിരുത്തിയത്. ഹിന്ദു IAS ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിൽ വാട്സപ്പിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ കൂടി കിട്ടാനുണ്ടെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴിയെ തന്നെയെന്ന സൂചന നൽകി പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളം എതിർത്ത UGC മാർഗരേഖയിൽ 2 അഭിപ്രായത്തിന്റെ ആവശ്യമില്ലെന്ന് അർലേക്കർ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചുമതല ചാൻസലർക്കാണെന്നും അർലേക്കർ വ്യക്തമാക്കി. രാഷ്ട്രീയ ഇടപെടലിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഭരണം സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. Everything is well there. The government, the people, the administration, बहुत सुंदर है. And I think I will be doing very good thing there. No, thing is that see, the UGC had in fact already this clarified many times, and even the our courts, judiciary has also clarified that the governor has to do all these things. There is nothing, no two ways or two opinions about that. Because our constitution and everything has entrusted higher education in the hands of the governor in the state. So they are doing their job. And if there is some misunderstanding with somebody, that also can be clarified. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിലെ പോരിലെ ആന്റണിയുടെ പരാമർശങ്ങളും ആയുധമാവുന്നു. പാർട്ടിക്ക് 2025 തന്നെയാണ് പ്രധാനമെന്ന പ്രതികരണത്തിലൂടെ K. മുരളീധരനും സാമുദായിക സംഘടനകളെ മുൻനിർത്തി നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഒളിയമ്പുമായി എത്തി. KPCC ഭാരവാഹി യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാന ചർച്ച അനാവശ്യമെന്ന വികാരമുയർന്നു. പെരുന്നയും അരമനകളുമടക്കമുള്ള സാമുദായിക കേന്ദ്രങ്ങളിൽ പിന്തുണ സ്ഥാപിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. ലക്ഷ്യം ഒന്നു മാത്രമാണ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാക്കുക. ഇത് തിരിച്ചറിഞ്ഞാണ് ആദ്യ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്ന് ഉപദേശരൂപത്തിൽ AK ആന്റണി തുറന്നു പറഞ്ഞത്. ഇതേറ്റുപിടിച്ചാണ് നേതാക്കൾക്കുള്ള
മുരളീധരന്റെ കൊട്ട്. ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്, മറ്റൊരു കാര്യങ്ങൾക്കും ഇപ്പൊ പ്രയോറിറ്റി ഇല്ല. KPCC ഭാരവാഹി യോഗത്തിലും AK ആന്റണിയുടെ വിമർശനങ്ങൾ നേതാക്കൾ ഏറ്റുപിടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങേണ്ട സമയത്ത് അനാവശ്യ ചർച്ചകൾ ഗുണം ചെയ്യില്ലെന്നായിരുന്നു വിമർശനം. മീഡിയ 1 തിരുവനന്തപുരം. അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കത്തിന്റെ പേരിൽ പള്ളി അങ്കണത്തിൽ വിശ്വാസികൾ ഏറ്റുമുട്ടി. അതിനിടെ സമരം ചെയ്യുന്ന വൈദികർക്കെതിരെ നടപടിക്ക് സിനഡ് നിർദ്ദേശം നൽകി. ബിഷപ്പ് ഹൌസ് കയ്യേറിയാണ് സമരമെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് സഭാ നിലപാട്. എന്നാൽ ശിക്ഷാ നടപടികൾ കൊണ്ട് ഭയപ്പെടില്ലെന്നും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും സമരം ചെയ്യുന്ന വൈദികർ പ്രതികരിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 21 വൈദികർ ബിഷപ്പ് ഹൌസിലെത്തി പ്രതിഷേധ സൂചകമായി പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചത്. കാനോനിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും ലംഘിച്ചാണ് 5 വൈദികരെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സസ്പെൻഡ് ചെയ്തതെന്നും ഇത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വൈദികർ അരമനയിൽ കയറിയുടൻ ജനാഭിമുഖ കുർബാന വേണമെന്നാവശ്യപ്പെടുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഇവർക്ക് പിന്തുണയുമായി എത്തി. പിന്നാലെ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും എത്തിയതോടെ സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുൻപിൽ ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റവും സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. സൊറോ മലബാർ സഭ സിനഡ് നടന്നുകൊണ്ടിരിക്കെ സഭയുടെ പ്രധാന അതിരൂപതയിൽ വൈദികർ നടത്തുന്ന സമരം സിനഡിനുള്ളിൽ പ്രത്യേക ചർച്ചയ്ക്കെടുക്കുകയും പിന്നാലെ വൈദികർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. എന്നാൽ പ്രതിഷേധം തുടരാനാണ് വൈദികരുടെ തീരുമാനം. ഇപ്പം ഞങ്ങൾ ശിക്ഷണ നടപടികൾ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരാണെങ്കിൽ ഞങ്ങളെ ഇതുകൊണ്ടൊന്നും ആർക്കും ഭയപ്പെടുത്താൻ പറ്റില്ല. യാതൊരു കാരണവുമില്ലാതെ ശിക്ഷാ നടപടികൾക്ക് വിധേയരായിരിക്കുന്ന 5 വൈദികരെയും അവരുടെ ശിക്ഷാ നടപടികൾ നീക്കം ചെയ്ത് അവരെ അവരവരുടെ സ്ഥാനങ്ങളിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. അല്ലാതെ കൊണ്ട് ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ബിഷപ്പ് ഹൌസിന് മുന്നിലും സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിലും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി. ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെ സംരക്ഷിച്ചു പോലീസ്. പരാതികളിൽ പോലീസ് ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. സംസ്ഥാനത്തുടനീളം ഇതുവരെ 7 പരാതികളാണ് പോലീസിന് ലഭിച്ചത്. അതിനിടെ ക്ഷമാപണ പോസ്റ്റിൽ കമന്റിട്ടവർക്കെതിരെയും PC രംഗത്ത് വന്നു. മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ വർഗീയവാദികളാണെന്നായിരുന്നു PC ജോർജിന്റെ വിദ്വേഷ പരാമർശം. PC ജോർജിനെതിരെ യൂത്ത് ലീഗ്, SDPI എന്നീ സംഘടനകളാണ് ആദ്യം പരാതി നൽകിയത്. പിന്നീട് PDP തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും ഓർഗനൈസേഷൻ ഓഫ് ലോ ആൻഡ് ചാരിറ്റി കേരള എന്ന സംഘടന ബിനാനിപുരം പോലീസിലും പരാതി നൽകി. കായംകുളം പോലീസ് സ്റ്റേഷനിലാണ് വെൽഫെയർ പാർട്ടി പരാതി നൽകിയത്. എന്നാൽ പരാതികളിൽ ചെറുവിരൽ അനക്കാതെ പോലീസ് ഒത്തുകളി തുടരുകയാണ്. വിവാദ പരാമർശത്തിൽ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. പരാമർശം വിവാദമായതിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിൽ ക്ഷമാപണം നടത്തി തടിയൂരുവാനും PC ജോർജ് ശ്രമിച്ചു. മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ വർഗീയവാദികളാണ്, എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു PCയുടെ പ്രതികരണം. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയ ശക്തികൾ പ്രവർത്തിച്ചാണ് തന്നെ തോൽപ്പിച്ചത്. പാലക്കാട് BJPയെ തോൽപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി, KT ജലീൽ, ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവർ ഒത്തുചേർന്നെന്നും PC ആരോപിച്ചിരുന്നു. ഇതിനിടെ ഇന്ന് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി PC ജോർജ് രംഗത്ത് വന്നു. ചാനൽ ചർച്ചയിലെ പ്രകോപനത്തിന് ബാക്കിയായി ഞാൻ പറഞ്ഞ തെറ്റിന് മാന്യമായി ക്ഷമ ചോദിച്ചു. ആ പോസ്റ്റിന് കീഴിൽ വന്ന് തെറി പറയുന്ന മറ്റവന്മാരെ തന്നെയാണ് ഞാൻ തീവ്രവാദികളെന്ന് പറഞ്ഞതെന്നും PC കുറിച്ചു. മീഡിയ 1 കോട്ടയം. ജനവാസ മേഖലയിലെത്തിയ കുട്ടിയാനയെ പിടികൂടി. RRT സംഘമാണ് കുട്ടിയാനയെ പിടികൂടിയത്. കാലിൽ മുറിവേറ്റ നിലയിലാണ് ആനയെ കണ്ടെത്തിയത്. കുട്ടിയാനയെ തോൽപ്പെട്ടിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ STRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ അടിയന്തരമായി ചെലവഴിക്കാൻ അനുമതി നൽകിയെന്നും കേന്ദ്ര സർക്കാർ. മുണ്ടക്കൈ ചുരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുവെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചുവെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സത്യവാങ്മൂലം നൽകി. ദുരന്തബാധിതരുടെ ഭാഗം കേൾക്കാതെയാണ് സർക്കാർ പുനരധിവാസ തീരുമാനമെടുത്തതെന്ന ഹർജികളിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയ പ്രദേശവാസി ബൈജു മാത്യൂസ് ഹൈക്കോടതിയെ അറിയിച്ചു. പുനരധിവാസ നടപടികളിൽ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അമിക്കസ് ക്യൂറി അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വാളയാർ കേസിൽ സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരുമെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ പറഞ്ഞത് വ്യാജമായിരുന്നു, രാഷ്ട്രീയ ലക്ഷ്യം വച്ചായിരുന്നു പ്രചാരണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നും MB രാജേഷ് ചോദിച്ചു. CBI അന്വേഷണം ആരാ ആവശ്യപ്പെട്ടത്? CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും പോലീസിനെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമായിരുന്നു എന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായില്ലേ? ഈ സത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും.
തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് സമ്മേളനം നടത്തിയതിലെ ഹൈക്കോടതി നടപടി പരിശോധിച്ച് നിയമപരമായി നേരിടുമെന്ന് CPM. എല്ലാ കാലത്തും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിനെ പാർട്ടി അതിജീവിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വഴി തടഞ്ഞുള്ള പൊതുസമ്മേളനത്തിനെതിരായ ഹർജിയിൽ CPI കോടതിയിൽ ഹാജരാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു. കോടതിയിൽ ഖേദം പ്രകടിപ്പിക്കുമോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സമരമുണ്ട്, പ്രക്ഷോഭമുണ്ട്, സമ്മേളനമുണ്ട്, എല്ലാം ഉണ്ട്. ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രീതിയാണ് കേരളം മുഴുവൻ ഇതേവരെ അവലംബിച്ച് പോയിട്ടുള്ളത്. നിയമപരമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പാർട്ടിയും പ്രസ്ഥാനവും എല്ലാ കാലത്തും വേണ്ടിയിട്ടുള്ളത്. അതേപോലെ ഈ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. മനഃപൂർവ്വം സംഭവിച്ചതല്ല, പക്ഷേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഹാജരാകാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ ഹാജരാകും. കോടതിയിൽ ഖേദം പ്രകടിപ്പിക്കുക അത് തീരുമാനിച്ചിട്ടില്ല.